Hi students, welcome to LMThing. നമ്മൾ പാർട്ട് 5 റിവിഷൻ സോളിഡ്സ് ഘനരൂപങ്ങളുടെ 5ാം ഭാഗം റിവിഷൻ ആണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഫ്രം എ ക്യൂബ് ഓഫ് സൈഡ് 6 cm ദ ലാർജസ്റ്റ് സ്ഫിയർ ഈസ് കട്ട് ഔട്ട്. വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ? ദിസ് സ്ഫിയർ ഈസ് കട്ട് ഇൻടു 2 halves. വാട്ട് ഇസ് ദ വോളിയം ഓഫ് 1 ഹെമിസ്ഫിയർ? അതായത് ഒരു സമഗ്രകട്ടയുടെ ഒരു വശത്തിന്റെ നീളം 6 സെന്റിമീറ്റർ ആണ്. ഇതിൽ നിന്ന് ഏറ്റവും വലിയ ഗോളം ചെത്തിയെടുക്കുന്നു. ഈ ഗോളത്തിന്റെ വ്യാപ്തം എത്ര? ഈ ഗോളത്തെ 2 സമഭാഗങ്ങളാക്കിയാൽ ഒരു അർദ്ധഗോളത്തിന്റെ വ്യാപ്തം എത്ര? അപ്പോൾ സമഭാഗങ്ങളാക്കുമ്പോൾ നമുക്ക് അർദ്ധഗോളമാണ് കിട്ടുന്നത്. ഞാൻ ചിത്രം വരയ്ക്കാം. സ്ഫിയറിന്റെ ഒരു സൈഡ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അല്ല, സ്ഫിയറിന്റെ അല്ല, ക്യൂബിന്റെ. ഇപ്പം ഒരു സ്ഫിയർ, ഒരു ഗോളം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഡയമീറ്റർ 6 തന്നെ ആയിരിക്കത്തില്ലേ? നോക്കെ, ഓൾ സൈഡ്സ് ആർ പാരലൽ. അപ്പോൾ ഇവിടെ 6, അതേ നീളം തന്നെയാണ് ഇവിടെ ഡയമീറ്ററും വരുന്നതൊക്കെ ചേർന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഏറ്റവും വലിയൊരു ഗോളം ചെത്തിയെടുക്കുകയാണ് ക്യൂബിൽ നിന്ന് ചതുരക്കട്ടയിൽ നിന്ന് ഏറ്റവും വലിയ. അപ്പോൾ ഈ ഭാഗമൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് പോകും അല്ലേ? നോക്കിക്കേ, ഈ ഭാഗം അത്രയും വേസ്റ്റ് ആയിട്ട് പോകും. എന്നിരുന്നാലും ഇതിൻ്റെ ആരം 3 സെന്റിമീറ്റർ, 6ന്റെ പകുതി, ഡയമീറ്റർ 6. അപ്പോൾ ഡയമീറ്റർ ഈക്വൽസ് 6, റേഡിയസ് ഈക്വൽസ് 3. വോളിയം എന്താണ്? വോളിയം ഈക്വൽ 4/3 പൈ ആർ ക്യൂബ് ഈക്വൽ 4/3 പൈ ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ എത്ര കിട്ടും? 12 3 36 പൈ. ഇത് സെന്റിമീറ്റർ ആയതുകൊണ്ട് സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ അതിൻ്റെ വോളിയം കിട്ടി. ഞാൻ ഈ പടം വായിച്ചിട്ട് അപ്പുറത്തോട്ട് എഴുതാം. മനസ്സിലായല്ലോ? ഈക്വൽസ് 36 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഇനി ഈ ഗോളത്തെ 2 അർദ്ധഗോളങ്ങളാക്കുന്നു. അർദ്ധഗോളം എന്ന് വരുമ്പോൾ ഇതിൻ്റെ വോളിയം വെച്ചിരിക്കുന്നത്. ഈ ഗോളത്തിന് എത്രയാണോ വ്യാപ്തം അതിൻ്റെ നേർപകുതി ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ആൻസർ എത്ര? 36ന്റെ പകുതി എത്ര? 18 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഇത്രയും വലിയൊരു എളുപ്പമുള്ള ചോദ്യമാണ് 3 മാർക്കിന് വന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്ക് രണ്ടാമത്തെ ചോദ്യം, the diameters of 2 spheres are in the ratio 1:2. What is the ratio of their radii? Find the ratio of their surface areas. If the surface area of first sphere is 10 centimeters square, what is the surface area of second sphere? അതായത് 2 ഗോളങ്ങളുടെ വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:2, 1:2 ആണ്. അങ്ങനെയെങ്കിൽ അവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്ര? ഉപരിതല പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്ര? ആദ്യത്തെ ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് 10 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ രണ്ടാമത്തെ ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് എത്ര? നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പം ആദ്യം ഡയമീറ്റർ ആണ്. D1:D2 വന്നിട്ടുണ്ട്. എത്ര? 1:2. D1 എന്ന് പറയുന്നത് 2 times റേഡിയസ് അല്ലേ? അതായത് 2 times റേഡിയസ് ഈക്വൽ 1:2. D1 എന്ന് പറഞ്ഞാൽ റേഡിയസിൻ്റെ ഡബിള്. ഇവിടെ നിന്ന് 2 കട്ട് ചെയ്യാം. അപ്പോൾ R1:R2 എന്ത് തന്നെ കിട്ടി? 1:2. ഡയമീറ്ററിൻ്റെ റേഷ്യോയും റേഡിയസിൻ്റെ റേഷ്യോയും ഒന്ന് തന്നെയാണെന്ന് കിട്ടി. ഇത് ഒന്നാമത്തെ എൻ്റെ ചോദ്യം. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഇനി റേഷ്യോ ഓഫ് ദ സർഫസ് ഏരിയ. സർഫസ് ഏരിയയുടെ ഫോർമുല എന്താണ്? സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ 4 പൈ R1 സ്ക്വയർ ഈസ്റ്റ് 4 പൈ R2 സ്ക്വയർ. എത്ര? 4 പൈ, 4ഉം 4ഉം പൈയും പൈയും വിട്ടു. അപ്പോൾ R1 എത്ര? 1 സ്ക്വയർ ഈസ്റ്റ് 2 സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടും? 1:4 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തത് ആദ്യത്തെ വോളിയം 10 സെന്റിമീറ്റർ സ്ക്വയർ. വോളിയം അല്ല, സർഫസ് ഏരിയ. അപ്പോൾ 1 10 ആകുമ്പോൾ റേഷ്യോ നോക്കിക്കാൻ 1:4 ആണ്. അപ്പോൾ 1 10 ആകുമ്പോൾ ഇത് എത്ര? 4 എത്രയാവും? ഇതിൻ്റെ 4 ടൈംസ്
10 into 4 40. അപ്പം what is the surface area second sphere? Second sphere is 40 centimeter square. Okay. മൂന്നാമത്തെ ചോദ്യം, the picture shows the shape of a boiler. Total height of the boiler is 12 meter and the diameter is 6 meter. Height of the cylindrical part is 6 meter. What is the height of the cone? How many liters can the boiler hold? ഒരു വലിയ ബോയിലറിന്റെ ആകൃതി ചിത്രത്തിലെ പോലെ ഒരു വൃത്തസ്തംഭത്തിന്റെ അഗ്രങ്ങളിൽ വൃത്തസ്തൂപികയുടെ അർദ്ധഗോളത്തിൽ ഘടിപ്പിച്ചതാണ്. ആകെ ഉയരം 12 മീറ്റർ. 6 മീറ്റർ വൃത്തസ്തംഭത്തിന്റെ ഉയരം മാത്രം. വൃത്തസ്തംഭത്തിന്റെ ഉയരം മാത്രം 6 മീറ്റർ ആണ്. സ്തൂപികയുടെ ഉയരം എത്രയാണ്? ബോയിലറിന്റെ ഉള്ളളവ് എത്ര ലിറ്റർ ആണ്? 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ. മീറ്റർ സ്ക്വയർ അല്ല. 1 മീറ്റർ ക്യൂബ് ഇസ് ഈക്വൽ ടു 1000. ഇപ്പോഴ് ചിത്രം വരച്ചിട്ടുണ്ട്. ഇത് കോമ്പിനേഷൻ ഓഫ് 3 സോളിഡ്സ്, 3 ഘനരൂപങ്ങൾ ചേർന്നതാണ് ഈ ബോയിലർ എന്ന് പറയുന്നത്. ഓക്കെ, മുകളിൽ കോൺ, താഴെ സിലിണ്ടർ, മൂന്നാമത് ഹെമിസ്ഫിയർ. അപ്പോഴ് ചോദ്യത്തിൽ തന്നിരിക്കുന്നതൊക്കെ നമുക്ക് അടയാളപ്പെടുത്താം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ എന്ന് പറയുന്നത് ഇത് തന്നെ ഡയമീറ്റർ. അത് തന്നെ ഇവിടം തൊട്ട് ഇവിടം വരാം 6. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എത്ര? 3. ഇത് റേഡിയസ്. അപ്പോൾ ഇവിടെ എത്ര? ഈ റേഡിയസ് തന്നെയാണ് ഇതിൻ്റെ ഹൈറ്റായിട്ട് വരുന്നത് 3. അപ്പോൾ ഈ നീളം 3. ഈ ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 6. മൊത്തം ഹൈറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ തൊട്ട് താഴെ വരെയുള്ള ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്ര? മൊത്തം ഹൈറ്റ് 12 തന്നിട്ടുണ്ട്. അപ്പൊ കോണിന്റെ ഹൈറ്റ് മാത്രം എത്രയായിരിക്കും? 6, 3, 9. 12 9 പോയാൽ എത്ര? 3. എ ഹൈറ്റ് ഓഫ് കോൺ അതാണ് ചോദിച്ചിരിക്കുന്നത്. ഈക്വൽസ് 12 മൈനസ് 3 പ്ലസ് 6 ഈക്വൽസ് 12 മൈനസ് 9 ഈക്വൽസ് 3. അപ്പൊ കോണിന്റെ ഹൈറ്റ് കിട്ടി. രണ്ടാമത് ഇതിൻ്റെ അകത്ത് എത്ര വെള്ളം കൊള്ളൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെള്ളം കൊള്ളൂ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ കാണേണ്ടത്? വോളിയം കാണണം, വ്യാപ്തം, ഉള്ളളവ്. അപ്പൊ 3 രൂപങ്ങളുടെയും വ്യാപ്തം കണ്ട് കൂട്ടുക. അപ്പൊ എന്തൊക്കെയുണ്ട് നമുക്ക്? വോളിയം ഓഫ് കോൺ പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. 3 രൂപമാണ്. ചിലയിടത്ത് 2 രൂപങ്ങളെ കാണത്തുള്ളൂ. പമ്പരത്തിന്റെ ചോദ്യം സാധാരണ വരാറുണ്ട്. കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് എല്ലാ പ്രാവശ്യം വരും, എല്ലാ വർഷം വരും. ഒന്നുകിൽ 3 എണ്ണം അല്ലെങ്കിൽ 2 എണ്ണം. പിന്നെ പെട്രോൾ ടാങ്ക്, അത് 2 ഹെമിസ്ഫിയറും 1 സിലിണ്ടറും. പിന്നെ എന്താണ്? ടോയ് വരുമ്പോൾ എന്താ വരും? 1 ഹെമിസ്ഫിയറും 1 കോണും. അപ്പം ഇങ്ങനെ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ചേർന്ന ചോദ്യങ്ങൾ ഉറപ്പായിട്ടും 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് എക്സാമിനേഷന് വരുന്നതാണ്. വോളിയം ഓഫ് കോൺ πr എത്രയാണ്? ഫോർമുല എന്താണ്? 1/3 πr²h പ്ലസ്, ആദ്യം ഫോർമുല എഴുതാം, πr²h പ്ലസ് 2/3 πr³. അപ്പം നമുക്ക് വിലകൾ കൊടുക്കാം. ഈക്വൽസ് 1/3 പൈ ഇൻറ്റു റേഡിയസ് എത്ര? 3 അല്ലേ? 3 ഇൻറ്റു 3 സ്ക്വയർ നേതാ ഇൻറ്റു ഹൈറ്റ് എത്ര? 3. ഈ ഹൈറ്റ് നമുക്കിപ്പോൾ കിട്ടിയില്ലേ? 3 പ്ലസ് പൈ ഇൻറ്റു റേഡിയസ് എത്ര? 3 സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് 6 പ്ലസ് 2/3 പൈ ഇൻറ്റു അവിടെ റേഡിയസ് 3 ഈക്വൽസ് ഇവിടെ ഓക്കെ 1/3 പൈ 3. അതാ ഒരു 3 അങ്ങ് കട്ടായിപ്പോയി അല്ലേ? അപ്പം 3 സ്ക്വയർ. അപ്പോൾ എത്ര വരും? 3 സ്ക്വയർ ഇൻറ്റു പൈ 9 പൈ പ്ലസ് 3 സ്ക്വയർ 9. 9 ഗുണം 6 6 54 പൈ പ്ലസ് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു 3 വെട്ടി 3 എണ്ണത്തിൽ നിന്ന് 1 എണ്ണം വെട്ടി പിന്നെ 2 എണ്ണം. 3 സ്ക്വയർ 9 9 2 18 പൈ. ഇതെല്ലാം കൂടി ചേരുന്നതാണ് എന്താണ്? വോളിയം ഓഫ് ദിസ് ബോയിലർ.
ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര പൈ എന്ന് കിട്ടും? 81 പൈ എന്ന് കിട്ടും. പൈയുടെ വില അറിയാലോ, പൈയുടെ വിലയാണ് 3.14. പിന്നെ എന്താണ്? അപ്പം മീറ്റർ ക്യൂബിൽ കിട്ടും. അതിനെ ലിറ്റർ ആക്കണമെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽസ് 81 ഇൻറ്റു 3.14 ഈക്വൽസ് 254.34 മീറ്റർ ക്യൂബ് എന്ന് കിട്ടണം. നമുക്ക് ലിറ്ററിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലിറ്ററിൽ കാണാൻ എന്ത് വേണം? ഇതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? 25. അപ്പോൾ 2 ഡെസിമൽ പോയിന്റ്, ഈ 2 0 പോകും, പിന്നെ ഒരു 0 നമുക്ക് ഇതിൻ്റെ കൂടെ കാണും. 254,340 ലിറ്റർ എന്ന ആൻസർ കിട്ടും. 254,3 ഇതാ കാണുമോ? കുറച്ചുകൂടെ അടുപ്പിച്ച് ചെയ്താൽ 1000 ഈക്വൽസ് 254,340 ലിറ്റർ. ഇത്രയും ലിറ്റർ വെള്ളമാണ് അതിൻ്റെ അകത്ത് കൊള്ളുന്നത്. 4ാമത്തെ ചോദ്യം, വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദ ലാർജസ്റ്റ് സ്പിയർ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഫ്രം എ ക്യൂബ് ഓഫ് എഡ്ജ് 12 സെന്റിമീറ്റർ, അതായത് 12 സെന്റിമീറ്റർ വക്കുള്ള ഒരു ക്യൂബിൽ നിന്ന് ചെത്തിയെടുക്കാൻ പറ്റുന്ന സ്പിയർ, ഒരു ഗോളത്തിന്റെ ആരം എന്ത്? ഫൈൻഡ് ദ സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് ദ സ്പിയർ. ആ സ്പിയറിന്റെ എന്താണ് ഉപരിതല പരപ്പളവും വ്യാപ്തവും എത്ര? വാട്ട്സ് ദ വോളിയം ഓഫ് കോൺ മാക്സിമം സൈസ് ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഫ്രം എ ക്യൂബ് ഓഫ് എഡ്ജ് 12 സെന്റിമീറ്റർ. ആ ക്യൂബിൽ നിന്ന് 12 സെന്റിമീറ്റർ വക്കുള്ള ക്യൂബിൽ നിന്ന് ചെത്തിയെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കോണിന്റെ വ്യാപ്തം എത്ര? നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ആദ്യം റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്യൂബിന്റെ ഒരു ഫേസ് ഞാൻ വരയ്ക്കുന്നുള്ളൂ. ഈ ക്യൂബിൽ നിന്ന് ചെത്തിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിപ്പമുള്ള ഏറ്റവും വലിയ ഗോളം. അപ്പം ഒരു സൈഡ് 12 എന്ന് പറയുന്നത്. അപ്പം ഈ ഡയമീറ്റർ അല്ലേ 12 എന്നൊക്കെ, ഇവിടെയും 12 ഇവിടെയും 12. അപ്പം ഡയമീറ്റർ ഈക്വൽസ് 12. അപ്പം റേഡിയസ് എത്ര? ഇതിൻ്റെ പകുതി. അപ്പം ആദ്യത്തെ കിട്ടി, റേഡിയസ് കിട്ടി. രണ്ടാമത്തത് എന്താണ്? സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? സർഫസ് ഏരിയ ഓഫ് സ്പിയർ എന്താണ്? 4πr² ഈക്വൽ 4π ഇൻറ്റു റേഡിയസ് എത്രയാണ് കിട്ടിയത്? 6. 6 ഇൻറ്റു 6 144 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. പിന്നെ അതിൻ്റെ അകത്ത് വോളിയം കൂടെ ചോദിച്ചിട്ടുണ്ട്. വോളിയം ഓഫ് സ്പിയർ, വോളിയം ഈക്വൽസ് 4/3 πr³ ഈക്വൽസ് 4/3 പൈ ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 6. ഇവിടെ കട്ടാവും. എത്ര? 2 4 2 8 86 48 ഇൻറ്റു 6 288 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതാണ് ഇതിൻ്റെ വ്യാപ്തം. ഇനി അടുത്ത ചോദ്യം, ഇതിൽ നിന്ന് ചെത്തിയെടുക്കാൻ പറ്റുന്ന, ഞാൻ പടം ഇവിടെ വരയ്ക്കാം, ചെത്തിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോണിൻ്റെ വ്യാപ്തം ഉണ്ട്. അപ്പോൾ കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാ. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എല്ലാ സൈഡും 12 അല്ലേ? അപ്പം ക്യൂബ് ആയതുകൊണ്ട് 12. അപ്പോൾ ഹൈറ്റ് എത്ര? ഹൈറ്റ് 12, റേഡിയസോ 6. അപ്പോൾ വോളിയം എങ്ങനെ? വോളിയം ഈക്വൽ വോളിയം ഓഫ് കോൺ. അപ്പോൾ അവിടെ എഴുതിയാൽ കാണാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഈ ഫസ്റ്റ് പാർട്ട് മായ്ച്ചിട്ട് അവിടെ എഴുതാം. വോളിയം ഓഫ് കോൺ ഈക്വൽസ് എന്താണ്? കോണിൻ്റെ വോളിയം എന്താണ്? 1/3 πr² h ഈക്വൽസ് 1/3 പൈ ഇൻറ്റു റേഡിയസ് എത്ര? 6 ഇൻറ്റു 6 ഇൻറ്റു 12 4 ടൈംസ്. അപ്പോൾ എത്ര കിട്ടും? 6 4 24 144. ഇതും 144 എന്ന് തന്നെ കിട്ടും. 144 പൈ സെൻറ്റിമീറ്റർ
ഓക്കെ, അപ്പം നമുക്ക് എന്താണ് എല്ലാത്തിൻ്റെയും ആൻസറായി. ഒരുവിധം എല്ലാ ചോദ്യങ്ങളും ഈ ലെസണിൽ എല്ലാ ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ലെസണുമായിട്ട് റിവിഷൻ വരാം. ഓക്കെ, ബൈ.